നേരത്തെ ഉണ്ടായിരുന്ന DPR അത് പുതുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കും, അങ്ങനെയാണ് ചർച്ച നടക്കാൻ വേണ്ടി പോകുന്നത്. അതിലൊരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പദ്ധതി അംഗീകരിക്കുമോ? ഈ പദ്ധതി കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കേരളത്തിൻ്റെ പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക സംവിധാനങ്ങളെ തകർക്കുന്ന ഒരു ദുരന്ത പദ്ധതിയാണ്. അത് DPR മാറുന്നത് കൊണ്ട് മാത്രം ആ ദുരന്തത്തെ വകഞ്ഞു മാറ്റാൻ കഴിയാത്ത വിധം കേരളീയ ജനകീയ ബോധം അതിനെതിരായി മാറിക്കഴിഞ്ഞു. ഈ പാരിസ്ഥിതിക സാങ്കേതിക പ്രശ്നങ്ങൾ മാറ്റിയാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണോ? അവിടെയാണ് പ്രശ്നം. കേന്ദ്രമന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. പാരിസ്ഥിതിക വിഷയങ്ങൾ മാറ്റിയാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ലാൻഡിലൂടെ കടന്നു പോകുന്ന ഈ വിഷയത്തിൽ, ഈ കേരളയിൽ പാരിസ്ഥിതിക സംവിധാനത്തെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പാരിസ്ഥിതിക തകരാറില്ലാതെ, തകർച്ചയില്ലാതെ ഈ കേരളയിൽ സംവിധാനം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകമായിട്ടുള്ള അവസ്ഥ. ഇന്ത്യൻ റെയിൽവേയോട് ചേർന്ന് ഇന്ത്യൻ റെയിൽവേക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കേരളയിൽ വന്നു കഴിഞ്ഞാലോ? ഇന്ത്യൻ റെയിൽവേ ഓൾറെഡി അതിൻ്റെ 3rd and 4th ട്രാക്ക് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾ പലപ്പോഴായിട്ട് സൂചിപ്പിച്ചിട്ട കാര്യമാണ്, റെയിൽവേൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇപ്പോഴും റെയിൽവേയുടേതായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഇന്ത്യൻ റെയിൽവേയുടെ 3rd and 4th ട്രാക്കിൽ ഒന്ന് സ്പീഡ് ട്രെയിനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പോംവഴി. അത് അവിടെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ സെറ്റിൽഡാണ്, ഓൾറെഡി അവിടെ റെയിൽവേ ബോർഡിൻ്റെ സ്ഥലമാണ്. അവിടെ അത്രയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഓൾറെഡി ഒരു പാത കടന്നു പോകുന്ന സ്ഥലമാണ്. മാത്രമല്ല ഈ ഇന്ത്യൻ റെയിൽവേ തന്നെ അതിൻ്റെ നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ വന്ദേ ഭാരത് പോലെ ഇപ്പോൾ 130 ഓടുന്ന ട്രെയിൻ, ഇനി ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിൽ അത് 160 സ്പീഡിലാണ്. ഇവിടെ വിഭാവനം ചെയ്യുന്ന കേരയിൽ എന്ന് പറയുന്നത് 200 കിലോമീറ്റർ സ്പീഡാണ് വിഭാവനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഞങ്ങൾ ഈ പറയുന്ന ഈ 3rd and 4th ട്രാക്കിൽ ഒന്നിൽ സ്പീഡ് ട്രെയിൻ ഓടിക്കാവുന്ന സാധ്യതകളുണ്ടാകും. ഏതായാലും പ്രതിഷേധമായി മുന്നോട്ട് പോകും നിങ്ങൾ? പ്രതിഷേധമായിട്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ സമരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. 2020 ഒക്ടോബർ 2 ഈ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. കാട്ടിലപ്പീടികയിൽ അതിനു മുമ്പ് തന്നെ 2020 ജൂണിലാണ് ഈ സമരം ആരംഭിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജനകീയ സമരം ഈ വിഷയത്തിൽ കാട്ടിലപ്പീടികയിലാണ് തുടങ്ങുന്നത്. ഇത് ഞങ്ങൾ സമരത്തിൻ്റെ മാതാവ്, എല്ലാ ഈ ദുരന്ത വികസന പദ്ധതികൾക്കെതിരെയുള്ള സമരത്തിൻ്റെ മാതാവായിട്ട് ഞങ്ങൾ ഈ കാട്ടിലപ്പീടിക സമരത്തെ കാണുന്നു.